Good morning. Morning, ma'am. Morning, ma'am. Good morning, ma'am. Morning. Annu Jamane. Annu Jaman. Yes, ma'am. Personal policy characteristics എന്തൊക്കെയാണ്? മാം ഒന്നുകൂടെ പറയോ? പേഴ്സണൽ പോളിസീസ് ഇല്ലേ? പേഴ്സണൽ പോളിസി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് it should be in written form. പിന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കണം. പിന്നെന്താ, റിസൾട്ട് കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള ഫാക്റ്റ് ആയിരിക്കണം. സ്റ്റേബിൾ ആയിരിക്കണം, പക്ഷെ റിജിഡ് ആയിരിക്കരുത്. പിന്നെ 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കണം മാനേജ്മെന്റ് എംപ്ലോയീസും തമ്മില്. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമത്ത് സഫ്ന. ഫാത്തിമത്ത് സഫ്ന. ഫാത്തിമത്ത് സഫ്ന. റോഷ്നി. റോഷ്നി. Yes, ma'am. എന്താണ് ജോബ് അനാലിസിസ്? വാട്ട് ഈസ് മീൻ ബൈ ജോബ് അനാലിസിസ്? Job analysis is the process of determining and recording to all the relevant information about a particular job, including the task involved, the knowledge of the job. It is attached the മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മതി, കേട്ടോ? upon the ability recruit to perform the job successfully. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ മലയാളം അതിന്റെ? പറയാൻ കിട്ടുന്നില്ലേ റോഷ്നി? ജോബ് അനാലിസിസിന് നല്ല സ്കില്ലും കഴിവും ആവശ്യമാണ്. ക്ലിയർ അല്ല. വേറൊരാളൊന്ന് പറയാമോ? എക്സ്പ്ലെയിൻ ചെയ്തത്. സമയം പോകുന്നു നമ്മുടെ. എന്നിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്തേ, എന്താണ് ജോബ് അനാലിസിസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു തന്നെ? വായിക്കുന്നില്ലേ നിങ്ങള്?
രമ്യ സുനിൽ, എന്താണ് ജോബ് അനാലിസിസ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. റെക്കോർഡ് ക്ലാസ്സും കാണാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി ചോദിക്കും, അപ്പൊ പറയാട്ട് ആരെങ്കിലും ഒരാൾ പറയണം. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തത് പറയാനായിട്ട് പോകുന്നത് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ? റിക്രൂട്ട്മെന്റ് നമ്മൾ എടുത്തോ? എടുത്തോ? ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട് എടുത്തിട്ടില്ല? ഓക്കെ, ഇപ്പൊ നോക്കാം നമുക്ക്. Recruiting means the discovering of talented applicants for actual or expected organizational vacancies. Recruitment is the process of attracting potential employees and encouraging them to apply for the jobs in an organization. Recruitment has been considered as the most important function of personnel administration because unless the right type of people is not hired, even the best plans, organizational charts, and a control system would not be much good. It is often termed positive in that it pursued people to apply for a job to enhance the hiring ratio. The number of applicants for a job selection on other tends to be negative because it refuses a good number of those who apply, leaving only the best to be hired. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? അതായത് ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ, ആളുകളെ ഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് സെലക്ട് ചെയ്യുന്നത് അല്ലെ? അതായത് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അവര് എന്ത് ചെയ്യാണ്? ഹയർ ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയാ. റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഏത് സമയത്താണ്? വേക്കൻസീസ് ഒഴിവ് വരുമ്പോഴാണ് ഒരു സ്ഥാപനത്തിൽ എന്ത് നടത്തുക? റിക്രൂട്ട്മെന്റ് നടത്തുക അല്ലെ? അല്ലെങ്കിൽ പുതുതായിട്ടൊരു സ്ഥാപനം ആരംഭിക്കാൻ പോകുമ്പോഴോ അവിടെ നിലവിലുള്ള വേക്കൻസീസിൽ ഒഴിവ് വരുമ്പോഴാണ് റിക്രൂട്ട്മെന്റ് സാധാരണയായിട്ട് നടത്തുന്നത്. ഓക്കെ, അപ്പോ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും, അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഒന്ന് ചാപ്റ്റർ എത്രയാണെന്നൊന്ന് കമന്റ് ചെയ്ത് കൊടുക്കൂട്ട് ആരെങ്കിലും. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ആളുകൾ എന്താണ്? ഹയർ ചെയ്യുന്നു, നല്ല രീതിയിൽ, അതായത് ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ ഹയർ ചെയ്യുന്ന ഒരു രീതിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അല്ലെ? കുറെ അധികം ആളുകൾ ഉണ്ടാകും. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വിളിച്ചു കഴിയുമ്പോഴോ ഒരു ഇന്റർവ്യൂവിനെ വിളിച്ചു കഴിയുമ്പോഴോ ഒക്കെ ധാരാളം ആളുകൾ ഉണ്ടാകും. അതിനകത്ത് എല്ലാവരെയും എന്ത് ചെയ്യില്ല? സെലക്ട് ചെയ്യില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അതിൽ നിന്ന് കണ്ടെത്തുന്നത്. മാത്രമല്ല ബാലൻസ് വരുന്ന ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആളുകളല്ലേ? പോയിട്ടുണ്ടോ നിങ്ങൾ ഇന്റർവ്യൂവിന്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടല്ലേ? ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അവിടെ തെരഞ്ഞെടുക്കുക. ഏറ്റവും ബെസ്റ്റ്. അത് നമുക്ക് ചില കാര്യങ്ങൾ അവിടെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യുക അല്ലെ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പാളിച്ച നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നതായിരിക്കും? റെഫ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രതീക്ഷിത വേക്കൻസികളിലേക്ക്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? അതായത് നല്ലൊരു ആളുകളെ, അതായത് നല്ല രീതിയിലുള്ള ആളുകളെ കണ്ടെത്തിയതിനു ശേഷം ബാക്കി വരുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. Then factors affecting recruitment. ഇനി റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. This varies with the size of the organization.
റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഓർഗനൈസേഷന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ വലിപ്പം എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനം വലിയ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അവിടെ വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോ ഒരു ഹ്യൂജ് പീപ്പിൾ എന്ത് ചെയ്യും, അവിടെ സെലക്ട് ചെയ്യും. മാത്രമല്ല അത് ചെറിയ സ്ഥാപനമാണെങ്കിൽ അവിടെ വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അവിടെ കുറവ് ആളുകളെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിന്റെ ആദ്യത്തെ ഫാക്ടർ അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ വലുപ്പമാണ്. നമ്മുടെ വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ നാട്ടിലുണ്ട് വലിയ ഹോസ്പിറ്റലുകൾ, പുറം രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു പത്രത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഈ ഹോസ്പിറ്റലിലേക്ക് ആൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ എവിടെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുന്നു. കാരണം വലിയ സ്ഥാപനമാണ്, വലിയ രീതിയിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഷുവർ ആണ് നമുക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഫാക്ടർ കേട്ടോ. ദെൻ രണ്ടാമത്തേതാണ് conditions of the employment in the community where the organization is located. അതായത് ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ ആശ്രയിച്ച് റിക്രൂട്ട്മെന്റ് ഒരു ഫാക്ടർ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ സിറ്റിയിലാണ് ഒരു ഹോസ്പിറ്റൽ ഇരിക്കുന്നതെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് വരും, കൂടുതൽ രോഗികൾ അവിടെ എത്തും. അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റാഫുകളുടെ ആവശ്യം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മറിച്ച് ഗ്രാമപ്രദേശങ്ങളിലാണ് ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇവിടെ കുറച്ച് ആളുകൾ മാത്രമേ വരുള്ളൂ അല്ലെ. ആ ലൊക്കാലിറ്റിയിലുള്ള മാത്രം ആളുകളെ അവിടെ വരുള്ളൂ. അവിടെ വളരെ 1, 2, 3 വേക്കൻസികളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോ അതിനനുസരിച്ച് ആളുകളെ അവിടെ എടുക്കുള്ളൂ. അപ്പോ സിറ്റിയിലാണ് ഒരു ഹോസ്പിറ്റൽ എങ്കിൽ അതനുസരിച്ച് ആളുകൾ റിക്രൂട്ട് ചെയ്യും. ഒരു ഗ്രാമപ്രദേശത്താണ്, ഒരു റൂറൽ ഏരിയയിലാണ് ഹോസ്പിറ്റൽ എങ്കിൽ അതിനനുസരിച്ച് മാത്രമാണ് അവിടെ വേക്കൻസീസ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥാപനം നിലനിൽക്കുന്ന ലൊക്കേഷനെ എന്താണ് റിക്രൂട്ട്മെന്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, the result of past recruiting effort which show the organization capacity to locate and keep good performing people. ഓക്കെ, ഇവിടെ പറയുന്നത് മുൻകാലങ്ങളിൽ ആളുകളെ എങ്ങനെയാണ് അവര് കണ്ടെത്തിയിരുന്നത്, റിക്രൂട്ട്മെന്റ് അവരെങ്ങനെയാണ് നടത്തിയിരുന്നത്. ചിലപ്പോൾ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആവാൻ നടത്തിയിരുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഏജൻസി വഴിയോ, അങ്ങനെ പല വിധത്തിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. അപ്പോ മുൻകാലങ്ങളിൽ എങ്ങനെയാണ് അവിടെ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത് എന്നുള്ള ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. നാലാമത്തെ പോയിന്റ്, working atmosphere and salary and benefit packages offered by the organization which may influence turnover and demand future recruiting. അതുപോലെ തന്നെ ഒരു സ്ഥാപനം അവിടെയുള്ള റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സെലക്ട് ചെയ്ത ആളുകൾക്ക് എത്രയധികം സാലറിയാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റിലേക്ക് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും നോക്കും. നമുക്ക് എത്ര ശമ്പളം കൊടുക്കാൻ പറ്റും, നമുക്ക് എന്ത് ബെനിഫിറ്റുകൾ അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കുന്നതാണ്. അപ്പോ ആ ഒരു ഘടകം കൂടി ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ദെൻ അഞ്ചാമത്തേതാണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അവിടെ വിത്തിന്റെ ആവശ്യമില്ല കേട്ടോ, ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. സ്ഥാപനത്തിന്റെ വളർച്ചാ നിരക്ക്. ഒരു സ്ഥാപനം നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന വളർച്ചയുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, വർഷാവർഷവും അതിന് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്ഥാപനം ആളുകളെ ഏത് സമയവും അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈമിൽ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും വേക്കൻസീസ് അവിടെ ഉണ്ടാകും, പുതിയ പുതിയ പോസ്റ്റുകൾ അവിടെ നിർമ്മിക്കപ്പെടും. അതുപോലെ തന്നെ ഓരോ ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള വേക്കൻസികളിൽ അവിടെ ഒഴിവ് വരും. അപ്പോ ആ സ്ഥാപനത്തിന്റെ വളർച്ചാ നിരക്ക് എന്താണ്, റിക്രൂട്ട്മെന്റിന്റെ ഒരു ഫാക്ടർ ആയിട്ടാണ് വരുന്നത്. Then the level of seasonality of operations and future expansion and production programmers and ഇവിടെ പറയുന്നത് ചില സീസൺസില് ചില സ്ഥാപനങ്ങൾക്ക് ആളുകളെ ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണ് അല്ലെ. നമുക്കറിയാം ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ഇപ്പൊ ആളുകൾ കൂടുതലായിട്ട്
ആവശ്യം വരുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഓണം സീസൺ, അല്ലെങ്കിൽ വിഷു, അങ്ങനെയുള്ള ഈസ്റ്റർ, അല്ലെങ്കിൽ പിന്നെ ഉത്സവ സീസൺ, അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ നമുക്കറിയാൻ നോക്കിയാൽ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെയും മുമ്പിലായിട്ട് വാണ്ടഡ് സ്റ്റാഫ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാതെ കേട്ടോ. അപ്പോ ചില സീസൺ സമയത്ത് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കേസുകളിലായാലും അവരുടെ ഒരു സീസൺ ഉണ്ട്, ചില സമയമുണ്ട്. ഇപ്പോ നമുക്കറിയാം മഴക്കാലമൊക്കെയാണ്, ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴക്കാലമാണ്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പിടിപെടുന്ന ഒരു സമയമാണ് അല്ലെ? എല്ലാവർക്കും, കുട്ടികൾക്കായാലും മക്കൾക്കായാലും നമ്മൾ വലിയവർക്കായാലും ഒക്കെ രോഗങ്ങൾ ധാരാളം പിടിപെടും. അപ്പൊ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലില് വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. ഓക്കെ, അതാണ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഏഴാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാല് കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് എക്സെട്ര. അതായത് ചില സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങള്, ഇക്കണോമിക് ആയിട്ടുള്ള ഘടകങ്ങള്, ലീഗൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. അതായത് ആ സ്ഥാപനം എന്താ പറയാ സ്ഥിതി ചെയ്യുന്ന ഒരു കൾച്ചർ, അവര് പിന്തുടർന്ന് വരുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ. ചില റിലീജിയനൊക്കെ വെച്ചിട്ട് ചില ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. അപ്പോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുക. നമുക്കറിയാലോ, നമ്മുടെ റിലീജിയൻ ബേസ്, ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ് കേട്ടോ. റിലീജിയൻ ബേസ് നോക്കിയാൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഓരോ റിലീജിയനും അവരുടേതായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പോ അവർ കൂടുതൽ മുൻഗണന കൊടുക്കുക അവർക്ക് ആ റിലീജിയൻ പെട്ട ആളുകൾക്കായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് അങ്ങനെ. അപ്പോ അങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഘടകം കൂടി ഇവിടെ നോക്കാറുണ്ട്. അതുപോലെ ഇക്കണോമിക് ആയിട്ടുള്ള ഘടകങ്ങൾ നോക്കാറുണ്ട്, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് 5 എലമെന്റ്സ് ഉണ്ട്, 5 ഘടകങ്ങൾ ഉണ്ട്. അതിനകത്ത് ഓരോന്നുമാണ് നമ്മളിപ്പോ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പോളിസി ആണ്. Okay, a recruitment policy is a declaration on how you hire. It defines your company's preferred hiring practices and encourages consistency within your employee recruiting process. Such a policy declares the objective of the recruitment and provide a framework of implementation of the recruitment program in the form of procedures. In its broad sense, a recruitment policy sense involves a commitment by the employer to such general principles as. Okay, കുറച്ച് പ്രിൻസിപ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാം എന്താണെന്ന്. ആദ്യം എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് ആളുകളെ എങ്ങനെ ജോലിക്ക് എടുക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊക്ലമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ആണ് കേട്ടോ. എങ്ങനെയാണ് ആളുകളെ ജോലിക്ക് എടുക്കുന്നത് എന്നതിനെ പറ്റി വിശദമായിട്ട് വിവരിക്കുന്ന ഒരു ഡിക്ലറേഷനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത്, റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ, ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് പോളിസി. ഓക്കെ, റിക്രൂട്ട്മെന്റ് പോളിസിയിൽ കമ്പനിയുടെ ഹയറിംഗ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും എംപ്ലോയീസിന്റെ റിക്രൂട്ടിംഗ് പ്രോസസ്സിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് എന്താ പറയണേ, ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ എങ്ങനെയാണ് എംപ്ലോയീസിനെ അവിടെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് അവിടെ ജോലിക്ക് എടുക്കുന്നത് എന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. മാത്രമല്ല എംപ്ലോയീസിന് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഒരു കൺസിസ്റ്റൻസി ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആളുകൾ കൂടുതലായിട്ട് വരാനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഫേവർ ഇവര് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിലൂടെ. ദെൻ റിക്രൂട്ട്മെന്റിന്റെ എയിം പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ഥാപനം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി ഇവിടെ പ്രൊക്ലെയിം ചെയ്യുന്നു.
ദെൻ നടപടിക്രമങ്ങളുടെ രൂപത്തിൽ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ളൊരു ചട്ടക്കൂട് നൽകും. പല പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ഫിനിഷ് ചെയ്യുക അല്ലെ. അപ്പോ ആ ഒരു എങ്ങനെയാണ് അതിന്റെ നിയമങ്ങള്, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ആദ്യത്തെ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. പ്രധാനമായിട്ടും വാട്ട് ഈസ് മീൻ ബൈ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ആളുകളെ ജോലിക്കെടുക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡിക്ലറേഷനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ഇനി റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ചില ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ പോളിസിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്കും മികച്ച യോഗ്യതയുള്ള വ്യക്തികളെ തെരഞ്ഞെടുത്ത് നിയമിക്കുക. അതാണ് ആദ്യത്തെ ഫീച്ചർ അല്ലെ. ഓരോ ജോലിക്കും അതിനനുസരിച്ച് ബെസ്റ്റ് ആയിട്ട് എലിജിബിലിറ്റി ഉള്ള പേഴ്സൺസിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുക. ദാറ്റ് ഈസ് വൺ ഫീച്ചർ. ഒരു ഫീച്ചർ അതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. അപ്പോയിന്റ് ചെയ്തവരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മളൊരു 10-20 പേരെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ടാലന്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. അവരെ എന്ത് ചെയ്യാം, ഹയർ ചെയ്യാം. അവരിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കുക. അതും റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വരുന്ന ഒന്നാണ്. ദെൻ മൂന്നാമത്തേത് ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കാരിയേഴ്സ് ആൻഡ്. ഇവിടെ പറയുന്നത് അവർക്ക് ലൈഫ് ടൈം ജോലി കരിയറിന് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുക. അതായത് അവർ ആജീവനാന്തം അവിടെ നിൽക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുക, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് തേർഡ് പോയിന്റ്. Then to provide programmers and facilities for personal growth on the job. ജോലിയിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടി പ്രോഗ്രാമർമാരും സൗകര്യങ്ങളും ലഭ്യമാക്കുക. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ടാലന്റ് ഉണ്ടാവും അല്ലെ. ഒരു വ്യക്തിയെ ഒരു ജോലിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് അയാള് ടാലന്റഡ് ആണോ, എക്സ്ട്രാ ആയിട്ടുള്ള കഴിവ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും അയാൾ അതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാല് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം, ഒരു ജോലിക്ക് മികച്ച യോഗ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ഇനി അപ്പോയിന്റ് ചെയ്തവരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കുക. ദെൻ ലൈഫ് ടൈം ജോലി കരിയറിന് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോയീസിന് നൽകുക. ദെൻ ഫോർത്ത് വൺ, ജീവനക്കാരുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് പോളിസി ഫീച്ചേഴ്സ്. ഓക്കെ, ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് പോവാം, ടിക്ക് ചെയ്ത് പോവാട്ടോ. 4 ഫീച്ചേഴ്സും. റിക്രൂട്ട്മെന്റ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. ദെൻ അതിനുശേഷം ആ ഫീച്ചേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, then recruitment organization. There is no general procedure for hiring new staff which is applicable to all business enterprises. Each enterprises has its customized procedure which brings it the desired quantity and quality of manpower at the minimum possible cost. ഇവിടെ പറയുന്നത് എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇല്ല. നമുക്ക് എല്ലാ സ്ഥാപനവും ഒരുപോലെയാണ് ജോലിക്കാരെ നിയമിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്, ജനറൽ ആയിട്ടൊരു പ്രൊസീജിയർ ഇല്ല, എല്ലാവരും അങ്ങനെ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഗവൺമെന്റിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുണ്ട്, കാരണം അവർക്ക് ചില ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ.
PSC വഴിയാണ് എന്ത് ചെയ്യുക, ആളുകളെ റിക്രൂട്ട് ചെയ്യുക. അത് പൊതുവായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അവരുടെ. അതനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിൽ നോക്കിയാൽ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ജനറൽ ആയിട്ട് റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രോസസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഓരോ എന്റർപ്രൈസസിനും, അതായത് ഓരോ ഹോസ്പിറ്റലുകൾക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രൊസീജിയർ ആണുള്ളത്. ഒരു ഹോസ്പിറ്റലിലുള്ള പ്രൊസീജിയർ ആയിരിക്കില്ല, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അത് ആ സ്ഥാപനത്തിന്റെ ബേസ് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടാണ് അവർ തെരഞ്ഞെടുക്കുക, എന്ത് പ്രൊസീജിയർ ആണെന്ന് തെരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും കുറഞ്ഞ ചെലവില് ആവശ്യമായിട്ടുള്ള അളവിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും മനുഷ്യശക്തിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അവർ ചെലവ് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക, റിക്രൂട്ട്മെന്റ് നടത്തുക. എപ്പോഴും റിക്രൂട്ട്മെന്റ് നടത്തില്ല അല്ലെ, എല്ലാ മാസവും റിക്രൂട്ട്മെന്റ് നടത്തുമോ? ഒരിക്കലും ഇല്ല. അത് അവർക്ക് ചെലവ് കൂട്ടുകയുള്ളൂ. ചെലവ് കൂടുതലാണ് അല്ലെ. അപ്പൊ അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ മാത്രമാണ് അവർ നോക്കുക. കോസ്റ്റ് കുറച്ചിട്ട് ചിലപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാവരെയും റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ അവർ നടത്തും. 2-3 ദിവസം ഒന്നും നീളമൊന്നുമില്ല അല്ലെ. സെലക്ട് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് പിന്നീടുള്ള ഇന്റർവ്യൂസും മറ്റുമൊക്കെ ഉണ്ടാവുക. കാരണം ആ സ്ഥാപനത്തിന്റെ ആളുകൾ ഇതിനു വേണ്ടി ഇരിക്കുകയാണ്, അവരുടെ ടൈം പോകുന്നു, അവരുടെ ജോലി മാറ്റി വയ്ക്കേണ്ടി വരുന്നു. അപ്പോ അതും എന്താ പറയാ, അത് കോസ്റ്റിൽ പെടുന്നതാണ്. അപ്പൊ കോസ്റ്റ് കുറയ്ക്കുകയും അതിനോടൊപ്പം നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനും ഓരോ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, എല്ലാ സ്ഥാപനങ്ങളും ഒരേപോലെ അല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. പല സ്ഥാപനങ്ങൾക്കും ആ സ്ഥാപനത്തിന്റെ രീതി അനുസരിച്ച് പ്രൊസീജിയർ മാറ്റം. ഓക്കെ, അടുത്തത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, അത് ഒരു മിനിറ്റ് ഒന്ന് റീഡ് ചെയ്തേ. Okay, നോക്കാം. Forecast of manpower requirements. The requisition or an intent for recruitment should be submitted by the line official. The intents should be then checked against the post allotted to the department branch. If the intents are found correct, the proposed recruitments are authorized and the initial pay, the scale and the other admissible allowances are decided in the end. Job specification and man specification are decided in consultation with the line managers. Okay, ഇവിടെ ഇന്റൻസ് എന്ന് പറയുന്നത് ഹെഡിനെയാണ് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിനുമുള്ള ഹെഡിനെയാണ് ഇന്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. INTENTS. ഓക്കെ, ഇവിടെ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ ഞാൻ. റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം, എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു ഹോസ്പിറ്റലില് ഒരു ഡിപ്പാർട്ട്മെന്റില്, ഫോർ എക്സാമ്പിൾ നമുക്ക് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ സ്റ്റാഫുകൾ വേണ്ടത്ര അവൈലബിൾ അല്ല, ഷോർട്ടേജ് ഉണ്ടെന്ന് മനസ്സിലാവാണ്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഹെഡാണ്. ഓക്കെ, അപ്പൊ ഷോർട്ടേജ്, ഒരു ഡിപ്പാർട്ട്മെന്റില് ഷോർട്ടേജ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? അവിടുത്തെ ഹെഡാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഇത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ഇൻ ചെയ്ത് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പേറോൾ എത്രയാണ്? പേറോൾ എന്ന് പറഞ്ഞാൽ സാലറി ആണ്. അതായത് ആ വേക്കൻസിയിൽ കൊടുക്കുന്ന സ്റ്റാഫുകളുടെ
സാലറി എത്രയാണ്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സ്റ്റാഫുകൾക്ക് എത്ര സാലറി കൊടുക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഹയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഡിപ്പാർട്ട്മെന്റില് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടുത്തെ ഹെഡാണ്. അവര് ഏത് വേക്കൻസിയിലാണോ ഒഴിവ് വന്നിരിക്കുന്നത് അത് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ആ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി എത്രയായിരുന്നു, ഇനി വരാൻ പോകുന്ന സ്റ്റാഫിന് എത്ര സാലറി കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള ആളുകളെ, അതായത് ആ വേക്കൻസി ഒഴിവ് വന്നിട്ടുള്ള ആ വേക്കൻസിയിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ സോഴ്സ്. അപ്പോ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്റേണൽ സോഴ്സ്, these consist of personnel who are already on the payroll of an organization, its present working force. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted or sometime demoted. Okay, അതായത് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സോഴ്സ് എന്തൊക്കെയാണെന്ന്, സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ അല്ലെ. എന്താണ് സോഴ്സ് ഒന്ന് കമന്റ് ചെയ്തേ. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്തേ വേഗം. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് എന്തൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനുള്ള സോഴ്സുകൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ക്യാമ്പസ് സെലക്ഷൻ, പിന്നെ അഡ്വർടൈസിങ്, ജോബ് ഫെയർ, റെഫറൻസ്. ഓക്കെ, അതായത് പല പല സോഴ്സുകളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്റേണൽ സോഴ്സസ് ആണ്. അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ആളുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെയുള്ള അതായത് ഇന്റേണൽ സോഴ്സിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അവിടെ പേറോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പേറോൾ കൊടുക്കുന്ന സാലറി കൊടുക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക. ഏത് സമയത്തേക്കാണ് വരുന്നത്, ഏത് സമയമാണത് റിപ്പോർട്ട് ചെയ്യുന്നത്? അതായത് ചില ഓർഗനൈസേഷനുള്ളിൽ നിന്ന് ആളുകൾ ചിലപ്പോ അപ്ഗ്രേഡ് ആകും, അതായത് അവരുടെ പൊസിഷൻ മാറാം, അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചില സമയം ചില ആളുകൾക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ട് ഡിമോട്ട് ചെയ്യാം, അതായത് ഉയർന്ന ജോലിയിൽ നിന്ന് താഴ്ന്ന ജോലിയിലേക്ക് അവരാക്കാം. ഇങ്ങനെ വരുമ്പോൾ സ്റ്റാഫുകളിൽ പലർക്കും അവരുടെ ജോലി എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ ഒരു പൊസിഷനിലേക്ക്, അതായത് നിങ്ങളിപ്പോ സൂപ്പർവൈസർ ആയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക, നിങ്ങളെ സീനിയർ മാനേജർ ആയിട്ട് പോസ്റ്റ് ചെയ്യാണ്. സീനിയർ മാനേജർ ആയിട്ട് നിങ്ങളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഒഴിവാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുക? കമന്റ് ചെയ്തേ. അവിടെ ഏത് വേക്കൻസിയാണ് ഒഴിവ് വരിക? സൂപ്പർവൈസർ ആയിരുന്ന നിങ്ങളെ എന്തിലോട്ട് പ്രൊമോട്ട് ചെയ്തു? സീനിയർ മാനേജറിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഏത് വേക്കൻസി അവിടെ ഒഴിവ് വരും? അപ്പോ കമന്റ് ചെയ്യ് വേഗം. ഏത് വേക്കൻസി ഒഴിവ് തന്നെ? സൂപ്പർവൈസറുടെ ഒഴിവ് അവിടെ വരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഈ സൂപ്പർവൈസറുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് അതിന് കീഴിലുള്ള ആളുകൾ, അതായത് അവിടെ ജോലി ചെയ്യുന്ന മറ്റാളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്ത് അവരെ സൂപ്പർവൈസർ ആക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇന്റേണൽ സോഴ്സ്. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ,
അപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. കാരണം സൂപ്പർവൈസറുടെ ഒരു പൊസിഷനിൽ നിന്ന് അയാൾ സീനിയർ മാനേജർ ആയതുകൊണ്ട് അയാൾ ചെയ്തിരുന്ന ജോലി അവിടെ ഒഴിവ് വന്നു, പകരം വേറെ ഒരാളെ നിയമിക്കുന്നു. ഇനി ഇതേ സൂപ്പർവൈസർ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. അയാളുടെ പേഴ്സണൽ മാറ്റർ ആണ്. അതെ, ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്ന ഓരോരോ പേഴ്സണൽ മാറ്റർ വരും, അല്ലാതെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാകും അല്ലെ. ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അവിടെ എന്ത് വരുന്നുണ്ട്? അയാളുടെ ഒഴിവ്, സൂപ്പർവൈസറുടെ ഒഴിവ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ആ സമയത്തും ഇതുപോലെ മറ്റ് സ്റ്റാഫുകളെ അയാളുടെ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കും അല്ലെ. ചിലപ്പോ വേറെ സ്ഥലത്തേക്ക് പ്രൊമോഷൻ കൊടുക്കും. പ്രൊമോഷൻ വിത്ത് അത് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. പ്രൊമോഷനോട് കൂടി നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ചില ആളുകൾക്ക് പോസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോഴും സൂപ്പർവൈസറുടെ പോസ്റ്റ് അവിടെ ഒഴിവ് വരും. അപ്പൊ എന്ത് ചെയ്യും? വേറെ ആളുകളെ നിയമിക്കും. ദെൻ ഡിമോട്ടഡ്, അതായത് ഈ സൂപ്പർവൈസർ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ കറക്ഷൻ വരുത്തിയിട്ട് അയാളെ താഴ്ന്ന ജോലിയിലേക്ക് അവര് മാറ്റാണ്. അപ്പോഴും അവിടെ സൂപ്പർവൈസറുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യും. ആ സമയത്തും ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ ഇവിടെ അപ്പോയിന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തത് എക്സ്റ്റേണൽ സോഴ്സസ്. എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, നമുക്ക് മനസ്സിലാവും. These sources which like consist outside the organization usually include, അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന്, ഒരു ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് എന്ത്? എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ തേടി പോകണം. അപ്പൊ ഒരു 4 തരത്തില് ആ ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, young, mostly inexperienced, potentially employees, the college students. അതായത് തൊഴില് പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകളല്ലേ, പുതുതായിട്ട് വരുന്ന ആളുകൾ, യങ് ആയിട്ടുള്ള, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. എന്താ ഇവിടെ പറയുന്നത്? അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അതായത് ഇപ്പൊ നമുക്കറിയാം ക്യാമ്പസ് ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അവര് നമ്മളെ, ഒരു കമ്പനി വന്ന് നമ്മളെ ഹയർ ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, നേരിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ അവിടെ എക്സ്പീരിയൻസ് ഇല്ല, പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? നമ്മളെ ജോലിക്ക് കയറ്റിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളേജിൽ ഇവിടെ പറയുന്നുണ്ട് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, ദ കോളേജ് സ്റ്റുഡൻസ്. കോളേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത് ന്യൂ എൻട്രൻസ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ അവരെ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ സോഴ്സ് എന്നൊരു വേ ഉപയോഗിച്ച് അവരെ സെലക്ട് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ പോയിന്റ് ബി, the unemployed with a wide range of skills and abilities. അതായത് ധാരാളം കഴിവുകളും അതുപോലെ തന്നെ യോഗ്യതകളുമുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ. പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് സമയമൊക്കെ വെറുതെ ഇരുന്ന്, പക്ഷെ എന്താ? തൊഴിൽ കിട്ടുന്നില്ല. നമ്മൾക്ക് കാര്യമായിട്ട് സ്കില്ലുണ്ട്, എബിലിറ്റീസ് ഉണ്ട്, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് എവിടെയും നമ്മുടെ തൃപ്തിക്കനുസരിച്ച് ഒരു ജോലി കിട്ടുന്നില്ല. അവരെ നമുക്ക് എന്ത് വിളിക്കാം? അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കാം അല്ലെ, തൊഴിലില്ലാത്തവര്. അപ്പൊ തൊഴിലില്ലാത്ത, പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എന്നാൽ അവർക്ക് കഴിവും അവരുടെ എബിലിറ്റീസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഇന്റർവ്യൂസിന് ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കേട്ടോ? ക്യാമ്പസ് ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നുണ്ട്, അത് ഓഫ് കോഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നിന്ന് നല്ല ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ കുറെ കാലം ഗ്യാപ്പ് ഒക്കെ വന്നിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ ടച്ച് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റിഫ്യൂസ് ആകുന്നതാണ്. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് കുറച്ച് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറച്ചൊക്കെ ജോലിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ഇല്ലാതെ, ജോലിയില്ലാതെ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അതായത് ഒരു ഫൈമിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസ്, മറ്റു ജോലികളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്?
റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് അതേഴ്സ്, പിന്നെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ചില ആളുകളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ റെക്കമെൻഡേഷൻ ഒക്കെ മുഖേന നമ്മൾക്ക് ജോലി കിട്ടാറില്ലേ? നിങ്ങൾക്കറിയോ അങ്ങനെ? റെക്കമെൻഡേഷൻ ഒക്കെ മുഖേന ജോലി കിട്ടുന്നില്ലേ? അവര് ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവും. ഒന്ന് കമന്റ് ചെയ്തേ. ഇന്റർവ്യൂല് നല്ലോണം പെർഫോമൻസ് ചെയ്യണോ? നമ്മളൊരു 10-20 ഒരു സ്ഥാപനത്തിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 10-100 ആളുകളൊക്കെ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂവിന് ചെല്ലും. ഭയങ്കര പ്രതീക്ഷയോടെ ആയിരിക്കും ചെല്ലുന്നത് അല്ലെ? നമ്മൾ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യും. പക്ഷെ ഓൾറെഡി ആ സ്ഥാപനത്തില് റെക്കമെൻഡേഷൻ ചെയ്തിട്ട് ഒരാളെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നമ്മൾ പൊട്ടന്മാരും കുട്ടികളും അതറിയാതെ എന്ത് ചെയ്യും, ആ സ്ഥാപനത്തിലേക്ക് നേരെ കയറി ചെല്ലും അല്ലെ? അപ്പോ അങ്ങനെയുള്ള അതാണ് അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. റെക്കമെൻഡേഷൻ മുഖേന ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്. ഓക്കെ, ക്ലിയർ ആണോ? 4 സോഴ്സ്, അതായത് എക്സ്റ്റേണലില് 4 കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഒന്നാമത് കോളേജ് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, രണ്ടാമത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ, മൂന്നാമത് റിട്ടയർഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും നമ്മുടെ ചുറ്റിലും ഏത് തരത്തിലുള്ള ആളുകളാണ് നിൽക്കുന്നത്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടാൽ തന്നെ നമുക്കത് പിടികിട്ടുന്നതാണ്. അവര് പഠിത്തം കഴിഞ്ഞ് ഉടനെ ഇറങ്ങിയവരാണോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണോ, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് വന്ന് നിൽക്കുന്ന ആളുകളാണോ, അല്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണോ എന്നൊക്കെ നമുക്കൊരു ഇന്റർവ്യൂവിന് പോയാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളത് വാച്ച് ചെയ്താൽ മതി ഇന്റർവ്യൂസിന് പോകുമ്പോൾ അവിടെ എത്തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് ഇതിനു മുമ്പ്? പോയിട്ടുള്ള ആളുകൾ എത്രയാണ്? ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ കുറച്ച് പറഞ്ഞുതരാം കേട്ടോ, ക്ലാസ് തീരുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. Then methods or techniques of recruitment. ഇനി മെത്തേഡ്സ് എന്തൊക്കെയാണ്, റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. First one, direct methods ആണ്. These consist of sending traveling recruiters to educational and professional institutions. Employees contact with the public and married exhibits. One of the widely used direct methods is that of sending recruiters to college and technical schools. അതായത് എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ്, അതായത് ആളുകളെ ഹയർ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ്, അവർ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ആളുകളെ ഹയർ ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെത്തേഡ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിലെ ആളുകള്, അതിനകത്ത് നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകള് ഒരു സ്ഥലത്ത് ചെല്ലുന്നു. ഫോർ എക്സാമ്പിൾ ക്യാമ്പസ് ഇന്റർവ്യൂ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ്. കോളേജുകളും സ്കൂളുകളിലും ഒക്കെ എന്ത് നടത്താറുണ്ട്, ധാരാളം ഇന്റർവ്യൂസ് നടത്താറുണ്ട് അല്ലെ? അവരുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ ജോലിക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പോ ഹോസ്പിറ്റലിലെ അവിടെ യോഗ്യരായിരിക്കപ്പെട്ട ആളുകൾ, അതായത് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ട് അതിനുവേണ്ടി നിയമിച്ചിട്ടുള്ള ആളുകള് ഇങ്ങനെ ഒരു കോളേജിൽ ചെല്ലുന്നു, ധാരാളം ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ, യങ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ്. അവര് കോളേജിലോട്ട് നേരിട്ട് ട്രാവൽ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അവരെ അങ്ങോട്ട് അയക്കുക ചെയ്യുന്നത്. അവർ ഇങ്ങോട്ട് വരികയല്ല, കോളേജിലെ പിള്ളേര് സ്ഥാപനത്തിലോട്ടല്ല വരുന്നത്, മറിച്ച് അവരെ തേടി സ്ഥാപനം അങ്ങോട്ട് പോവാ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ്. തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Then second one is indirect method. Advertising in newspapers, on the radio, in trade and professional journals, technical magazine and brochures are mostly included in this method. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ന്യൂസ് പേപ്പറിലുള്ള അഡ്വർടൈസിംഗ് മുഖേന, റേഡിയോ മുഖേന, അതുപോലെ തന്നെ പ്രൊഫഷണൽ ജേർണൽസ് മുഖേന, ടെക്നിക്കൽ മാഗസീൻസ് മുഖേന, ബ്രൗഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ റിക്രൂട്ട്മെന്റിനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അതായത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആളുകൾ, ഒരു കൂട്ടം ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ TV ചാനലുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഏതായിരിക്കും? ഡയറക്റ്റ് മെത്തേഡ് ആണോ, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണോ? ഏത് മെത്തേഡാ യൂസ് ചെയ്യുക? അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ
ഒന്ന് പറഞ്ഞേ, കമന്റ് ചെയ്തേ. അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെങ്കിൽ സ്കൂൾ കോളേജുകളിലും മറ്റും നടത്തുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് മെത്തേഡ് ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ മുകളിലത്തെ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആ 4 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ തന്നെ ഒരു തേർഡ് പോയിന്റ് വരുന്നുണ്ട്. മെത്തേഡ് ആണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നതിനെ. The use of commercial or private employment agencies, state agencies, placement offices of school, college and professional association, recruiting firms, management consulting firms, friends and relatives. Third party methods എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതായത് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഏജൻസി മുഖേനയോ സ്റ്റേറ്റ് ഏജൻസികൾ മുഖേനയോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓഫീസുകൾ മുഖേനയോ അതുപോലെ തന്നെ കോളേജ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻസ് മുഖേനയോ റിക്രൂട്ടിംഗ് ഫൈമുകൾ മുഖേനയോ മാനേജിംഗ് കൺസൾട്ടിംഗ് ഫൈംസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഏജൻസികളൊക്കെ നമ്മൾ അറിയിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ചില ഏജൻസികൾ, ജോബ് ഏജൻസികളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പോസ്റ്റ് വന്നു കഴിയുമ്പോൾ അവര് നമ്മളെ വിളിക്കും. അവര് നമ്മളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന് പോവാനായിട്ട് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മള് എല്ലാം വെച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ട് ആയിട്ടുള്ള ജോബ് വരുമ്പോൾ അവര് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ആ ഇന്റർവ്യൂവിന് പോകണം. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ആയി നമ്മുടെ ഫസ്റ്റ് സാലറിയിലെ ഒരു വിഹിതം ഈ ഒരു ഏജൻസിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും തന്നെ ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് പുറത്തേക്ക് ആളുകൾ പോകുന്നുണ്ട് അല്ലെ. ധാരാളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആളുകളിൽ ശരിക്കും പറഞ്ഞാല് കോമ്പറ്റീറ്റീവ് എക്സാം എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്താണ് ശരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ്. കാരണം ആളുകളൊക്കെ പുറത്തോട്ട് പോവാണ്. ഇവിടെ കുട്ടികൾ തീരെയില്ല. അപ്പോ അവരൊക്കെ എന്ത് ചെയ്യാണ്, ഏജൻസി വഴിയാണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് അല്ലെ, അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഏജൻസിക്ക് എന്ത് കൊടുക്കണം, ഒരു നിശ്ചിത തുക നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അവരെയാണ് നമ്മൾ തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് മുഖേനയോ നമ്മുടെ റിലേറ്റീവ്സ് മുഖേനയോ നമ്മൾ ഇക്കാര്യങ്ങൾ അറിയുവാണെങ്കിൽ അതും നമ്മൾ തേർഡ് പാർട്ടി മെത്തേഡ്സ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി അടുത്തത് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. Recruiting sources should be periodically assessed. For this purpose, the criteria may be the cost per applicant, the applicant hiring ratio, tenure, performance, appraisals, etc. അതായത് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് ഒരു റിക്രൂട്ട്മെന്റിന് ഒരു ആപ്ലിക്കന്റിന് എത്ര കോസ്റ്റ് ആകുന്നുണ്ട്. ഒരു സ്ഥാപനം ഒരു ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിന് സ്ഥാപനത്തിന് ചില കോസ്റ്റുകൾ വരുന്നുണ്ട്. ചിലർക്ക് എക്സാംസ് ഒക്കെ നടത്തും അല്ലെ. എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ ആ എക്സാം പേപ്പർ, പെന്ന്, പിന്നെ അതുപോലെ ത്രെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിൽ അതിന്റെ റെന്റ്, ഇതൊക്കെ ആ സ്ഥാപനം കൊടുക്കേണ്ടതാണ്. അതാണ് ഒരു ആപ്ലിക്കന്റിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്. നമ്മള് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ഒരു ആപ്ലിക്കന്റിന് കോസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് കോസ്റ്റ് പെർ ആപ്ലിക്കന്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ആപ്ലിക്കന്റിന്റെ ഹയറിംഗ് റേഷ്യോ, എത്ര പേരെയാണ് തെരഞ്ഞെടുക്കുന്നത്, എത്ര പേരെയാണ് അവിടെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു അനുപാതം അല്ലെങ്കിൽ റേഷ്യോ അവിടെ നോക്കുന്നുണ്ട്.
ദെൻ ടെന്യൂർ, അതായത് കാലാവധി, എത്ര കാലാവധിക്കുള്ളിലാണ് ആ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്. അതായത് ഇന്ന പോസ്റ്റിലേക്ക് ഇന്ന ദിവസമായിരിക്കും ചിലപ്പോ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അപ്പൊ ഒരു കാലാവധി ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഏജൻസി വഴി അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വഴി നമുക്ക് അറിയാനായിട്ട് ഇന്റർവ്യൂ നമ്മളെ വിളിച്ചിട്ടുണ്ടെന്ന് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ പറയാ, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു സമയവും കാലയളവും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ടെന്യൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, പെർഫോമൻസ് അപ്രൈസൽ, പ്രകടനം, അതായത് നമ്മുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ബയോഡേറ്റ ഒക്കെ തയ്യാറാക്കുക. അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് അതുവരെ എടുത്താൽ മതി. മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവറോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ എന്ന് പറഞ്ഞാല്, അതായത് ഇന്റന്റ്, ഇവിടെ ഒരു ടേം പറയുന്നുണ്ട്, റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ്. അതായത് ഒരു സ്ഥാപനത്തില്, ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ, ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുത്തെ ഹെഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹെഡിനെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഹെഡാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഹെഡ് എന്ത് ചെയ്യണം? ഇത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അതായത് ആ സ്ഥാപനത്തില് ആ വേക്കൻസി വഹിച്ചിരുന്ന, ആ വേക്കൻസിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് എത്ര രൂപയാണ് പേറോള് വരുന്നത്, സാലറി എത്രയാണ് കൊടുത്തിരുന്നത്, ഇനി വരാൻ പോകുന്ന ആൾക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസിന്റെയും രേഖകള് റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? ആളുകളെ ഹയർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ അന്നു ജോമോനാണല്ലോ ഇപ്പൊ ചോദിച്ചത്. മോള് ഒരു ഹോസ്പിറ്റലിൽ സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്നു. അപ്പൊ നമ്മള് പുറത്തേക്കല്ലേ പോവാ? അവിടെ തന്നെ നിൽക്കില്ലല്ലോ, നമ്മുടെ ഇവിടെ നിൽക്കില്ലല്ലോ, പുറത്തോട്ടല്ലേ നമ്മള് പോവാ? ആണോ? ഇവിടെ നിൽക്കോ പുറത്തോട്ട് പോവോ? കൂടുതൽ സാലറി, കൂടുതൽ ബെനിഫിറ്റ്, അക്കോമഡേഷൻ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ പുറത്തോട്ടല്ലേ പോവാ, അല്ലേ? അപ്പൊ സൂപ്പർവൈസറുടെ ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചു, റിസൈൻ ചെയ്തു. അപ്പൊ മോള് പോയി. ദെൻ ആ ഒരു പോസ്റ്റ് അവിടെ കിടക്കാണ്, ആ വേക്കൻസി അവിടെ കിടക്കാണ്. ദെൻ നിങ്ങളുടെ ഹെഡിൽ, മോള് ജോലി ചെയ്തിരുന്ന ആ വിഭാഗത്തിലെ ഹെഡാണ് മോള് പോയി എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോകാൻ പോകുന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. മോൾക്ക് എത്ര രൂപ, ഒരു 50,000 രൂപയാണ് തന്നി. 50,000 ഒന്നുമില്ല, ഒരു 30-40 ഒക്കെ ഉണ്ടാവുള്ളൂ. പുറത്തൊക്കെയാണ് നമുക്ക് ഒരു 80 ഒക്കെ കിട്ടുക, 80-90 ഒക്കെ കിട്ടും നമുക്ക് പുറത്തോട്ട് പോയാല് സൂപ്പർവൈസറുടെ പോസ്റ്റിന്. അപ്പോ ആ ഒരു 30-40 ഒക്കെയാണ് കിട്ടിയിരുന്നതെങ്കിൽ ആ എത്ര രൂപയാണ് അവിടെ വന്നത്, കുട്ടി എത്ര രൂപയാണ് അവിടെ റിസീവ് ചെയ്തിരുന്നത്, ഇനി വരാൻ പോകുന്ന പോസ്റ്റിന് എത്ര രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഈ ഒരു ഹെഡ് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. അതിനെയാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മറ്റാളുകളെ ഇത് വെച്ചിട്ട് ഫയർ ചെയ്യുക. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. ഇന്റർവ്യൂവിന് ബേസ് ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലാതെ ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യത്തിനായിട്ട് പോകുമ്പോൾ തലേ ദിവസം തന്നെ അതിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അധികം തപ്പലും തടയിലൊന്നും ഉണ്ടാവില്ല. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഷാർപ്പായിട്ടായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുക. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്ക് ഉറപ്പുണ്ട്. മറിച്ച് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മൾക്ക് ഉള്ള ഡ്രസ്സ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അധികം തൊങ്ങലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡ്രസ്സ് വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ
അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ആക്സസറീസ് ഉപയോഗിക്കുക, സ്റ്റഡ് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകള്, ഒരു വാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു, എന്നാലും ഞാൻ പറഞ്ഞു തന്നതാണ്. അതുപോലെ ഹെയർ ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യുക, പാറി പറന്നുള്ള മുടി അങ്ങനെയൊന്നും വേണ്ട, സറമൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ അവിടെ ചെന്നിരിക്കുമ്പോൾ, അതാണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ ആയിരിക്കും എപ്പോഴും. ദെൻ അവിടെ ചെന്നിരിക്കുമ്പോൾ അവരുടെ കണ്ണിലോട്ട് നോക്കി സംസാരിക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. എല്ലാവരും ശ്രദ്ധിക്കാം, പാനലിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ മുഖത്തോട്ടായിരിക്കും നോക്കുക. 5-6 പേരുണ്ടാവും, ചിലപ്പോ വട്ടം കൂടിയിരുന്നിട്ട് യു റൗണ്ട് അല്ലെ. ആ, ബ്രീഫ് ആൻഡ് ക്ലിയർ ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ചിലവര് യു ഷേപ്പിലായിരിക്കും ഇരിക്കുക, ചിലവരാണെങ്കിൽ നേരെ ആയിരിക്കും ഇരിക്കുക. ചിലപ്പോ നമ്മൾ അറ്റത്തായിരിക്കും വരിക, ചില സമയത്ത് ഫ്രണ്ടിലായിരിക്കും വരിക. അപ്പോ അത് ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടാണ്. എന്ത് തന്നെ ആയാലും ക്ലിയർ കട്ട് ആയിട്ട് കാര്യങ്ങൾ പറയുക. അതായത് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുക, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഒപ്പീനിയൻ ചോദിച്ചാൽ ഒപ്പീനിയൻ പറയുക. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ടാവണം, കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. അത് വ്യക്തമായിട്ട് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാം. അങ്ങനെയുള്ളവരെ അവര് എളുപ്പത്തിൽ ഹയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്. വേറെ കാര്യങ്ങള് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? Yes, ma'am. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. Thank you. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.